ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നോക്കുന്നത് ഒരു ഇൻഡ്യൂറ്റീവ് അതുപോലെ തന്നെ ഒരു ജനറൽ ടൈംലെസ് റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ ഓഗസ്റ്റ് മന്തിലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങൾ എടുക്കേണ്ട എന്തെങ്കിലും മുൻകരുതലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇത് പയൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 3 കളർ സ്കെച്ച് പെൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം. ഗ്രീൻ, യെല്ലോ ആൻഡ് പിങ്ക്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം റീഡിംഗ് ആയിട്ട് മുന്നോട്ട് പോവുക. കാരണം ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പയൽ റീഡിങ് നിങ്ങൾ നോക്കുക, നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പയൽസ് കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങളുമായിട്ട് എന്തെങ്കിലും റെസനേറ്റ് ചെയ്യുന്ന എനർജീസ് ഉണ്ടോ എന്ന്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു കളർ ഇതിൽ സെലക്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ കളർ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഗ്രീൻ കളർ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ പയൽ നമ്പർ 1. ഓക്കെ, ഓക്കെ. സോ പയൽ നമ്പർ 1 റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പയൽ നമ്പർ 1നെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മന്താണ് ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. ഈ വ്യക്തികൾ ഒരു ഇമോഷണൽ തലത്തിൽ ഒരു വൈകാരികമായിട്ട് ഒരുപാട് മുറിവുകൾ പറ്റി അല്ലെങ്കിൽ അതിനെ ക്യാരി ഓൺ ചെയ്തുകൊണ്ട് പോയിരുന്ന മന്ത്സ് ആയിരുന്നു പ്രീവിയസ്ലി എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് എന്തായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ചതി അനുഭവപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് നിങ്ങൾക്ക് ബന്ധങ്ങളിൽ നിന്നും ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായ വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ഒരുപാട് കാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു റിലീഫ് കിട്ടാത്തൊരു സിറ്റുവേഷനിൽ പോയ വ്യക്തികളാണ്. എന്തായാലും ഈ ഒരു മന്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളിലേക്കൊരു സമൃദ്ധി, അബണ്ടൻസ്, ഒരു ലക്ഷറി ലൈഫൊക്കെയാണ് ഈ ഒരു മന്ത് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ കുറച്ചും കൂടിയും ഇതുവരെ ഭാവിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷകളൊന്നുമില്ലാതെ നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായി നിന്ന അവസ്ഥയിൽ തന്നെ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ മൂവ് ഓൺ ചെയ്യുന്ന ഒരു ടൈമാണ്. കുറച്ചും കൂടിയും ഇങ്ങനെ പോയാൽ ശരിയാകില്ല, ഫ്യൂച്ചറിലെ കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതിൽ ഒരു തിങ്കിങ് സ്റ്റേജ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു മന്ത് എന്ന് പറയുന്നത്. അത് ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു മന്തായിരിക്കും ഈ ഒരു മന്ത് എന്ന് പറയുന്നത്. ഈ ഒരു മന്ത് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഒരു അബണ്ടൻസ് വരുന്ന ഒരു മന്ത് തന്നെയാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു മന്താണ് ഇവിടെ. അതുപോലെ തന്നെ ഫാമിലി വൈസ് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷ്യസ് മൂമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂമെൻറ്റ്, ക്വാളിറ്റി ഓഫ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, യാത്രകൾ പോകാനും പല സന്തോഷകരമായ മൂമെൻറ്റ്സ് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു മന്തായിരിക്കും ഈ ഒരു സെപ്റ്റംബർ മന്ത് എന്ന് പറയുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫയർ എലമെൻറ്റ്, നിങ്ങളുടെ ഒരു പാഷനെ ഫോളോ ചെയ്യുന്ന ഒരു മന്ത് കൂടിയായിരിക്കും ഓഗസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി ചെയ്യുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ മാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പെയിനിൽ നിന്നും നിങ്ങൾക്കൊരു റിലീഫ് കിട്ടുന്ന ഒരു മന്താണ് ഈ ഒരു ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പയൽ നമ്പർ 1 ഗ്രീൻ കളർ സ്കെച്ച് പെൻ ചൂസ് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക്
പയൽ നമ്പർ 2 സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. പയൽ നമ്പർ 2 യെല്ലോ കളർ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, സോ യെല്ലോ ചൂസ് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിംഗ് ഫോർ പൈൽ നമ്പർ 2. ഓഗസ്റ്റ് മന്തിൽ പുതുതായിട്ട് നിങ്ങൾ മനസ്സിലാക്കാത്ത പല നോളേജ് അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും നിങ്ങളിലേക്ക് പലരും ത്രൂ എത്തുന്ന ഒരു സ്റ്റേജാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു സിറ്റുവേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ വൈസൊക്കെയാണ് നോക്കുകയാണെങ്കിൽ കൂടുതലൊരു പ്രൊമോഷനും കാര്യങ്ങളും നിങ്ങൾ ആർജിക്കേണ്ട ആ ഒരു ജ്ഞാനം നിങ്ങൾ കൈവരിക്കുന്ന ഒരു മന്തായിരിക്കും ഇത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയൊരു വ്യക്തികളുണ്ടാവാം, അവരിങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും, പക്ഷെ അവരതല്ലാത്തതും അവർ പറയാത്തതുമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മന്തിലൂടെ ഒരു ക്ലിയറൻസ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു മന്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല മാറ്റങ്ങളിലൊക്കെ വരാനുള്ളൊരു സാധ്യതയുള്ള മാസം കൂടിയാണ്. അതിപ്പോൾ മോശസ്ഥിതിയിലൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മോശമായിട്ടുള്ള ആ ഒരു ടൈം സ്പാൻ അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല പീരീഡ് വരാനുള്ളൊരു സാധ്യത ഈ ഒരു മന്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൈകാരികമായിട്ടുള്ളൊരു എന്താ പറയുക, പിന്തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ വൈകാരികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിട്ടുകൊണ്ട് നിങ്ങൾ മുന്നിലേക്ക് നീങ്ങുന്ന ഒരു സ്റ്റേജ് കൂടിയായിരിക്കും ഈ ഒരു മന്ത് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബിട്രയൽ ആയിരിക്കാം, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, എന്ത് തന്നെ ആയാലും നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു മന്ത് എന്ന് പറയുന്നത്. അത് വീണ്ടും പ്രതീക്ഷകളില്ലെങ്കിൽ കൂടി നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നന്നാവും അല്ലെങ്കിൽ ഇനിയും ശരിയാകും എന്നുള്ള ചിന്തകളിലൊക്കെ പോരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ആന്തരികമായിട്ടുള്ളൊരു ഊർജ്ജം കിട്ടുന്നതാണ്. അതിൽ നിന്നും പിന്മാറിപ്പോകാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ഇനി വേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ദുഃഖകരമായ ആ ഒരു ടൈം പീരീഡിനെ നിങ്ങൾ പിന്തള്ളിക്കൊണ്ട് മുന്നിലേക്ക് നീങ്ങുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. ഇത്ര നാളും നിങ്ങൾക്ക് ഒരു കാര്യങ്ങളെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ റിസൾട്ടിനെ പേടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാതെ റിസ്ക് എടുക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ട കാര്യങ്ങൾ പലപ്പോഴും ഭയപ്പെട്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളൊന്നും കൂടി സ്ട്രെങ്ത് ആർജിക്കുന്ന ഒരു ടൈമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വ്യക്തമായൊരു രീതിയുണ്ട് അല്ലെങ്കിൽ വ്യക്തമായൊരു ഘടനയോട് കൂടിയിട്ട് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് നിങ്ങൾ കൂടുതലായിട്ടുള്ള വ്യക്തികളെ കാണുന്നത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ കാര്യങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു യാത്രയായിരിക്കും ഈ ഒരു ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു പോയ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസ് അത് പലപ്പോഴും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന പോലെ വീണ്ടും സംഭവിക്കുമോ അല്ലെങ്കിൽ ഇനിയും അതുപോലെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു പേടി പല ടൈമിൽ നിങ്ങളുടെ മൈൻഡിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും മൈൻഡ് കുറച്ചും കൂടി ജാഗ്രതയായിരിക്കും. അതിപ്പോൾ നല്ല കാര്യമാണെങ്കിൽ കൂടി നമുക്ക് ഇനിയിപ്പോൾ ഇതിന് ഞാൻ ദുഃഖിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ വിഷമം ഉണ്ടാവോ അങ്ങനെ ഒരു കാര്യത്തിലുള്ളൊരു ചിന്ത നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നൊരു മന്തായിരിക്കും ഇത്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഓവർകം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു പോയ ഉണ്ടായിരുന്ന വിഷമങ്ങളെയൊക്കെ തുടച്ചു മാറ്റാൻ കഴിയുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് എന്ന് പറയുന്ന മന്ത്. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിംഗ്. നെക്സ്റ്റ് നമുക്ക് പിങ്ക് കളർ പൈൽ നമ്പർ 3 സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് കടക്കാം.
ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 3 സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. സോ ഓഗസ്റ്റ് മന്തിൽ പൈൽ നമ്പർ 3 വ്യക്തികൾക്ക് ചില കൺഫ്യൂഷൻസും ഭയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മന്താണിത്. മോസ്റ്റ് പ്രോബബ്ലി അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല റിസൾട്ട് ഇങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ അങ്ങനെ ആകുമോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് ആയ കാര്യങ്ങളിലേക്ക് നടക്കുന്ന ഒരു ഇലൂഷനും പേടിയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡായിരിക്കും നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം നിങ്ങൾ അത്രയും ഇൻ്റലക്ച്വലി ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പലർക്കും ഉപദേശം കൊടുക്കാനും നിങ്ങളെ ഒരു ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഫെമിനൈൻ എനർജിയാണ് ഇവിടെ കാണുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ പറ്റാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായൊരു വ്യക്തിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ആന്തരികമായിട്ട് നിങ്ങൾക്ക് പല പേടികളും ഭയങ്ങളും മനസ്സിലുണ്ട്. അത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും എഗെയിൻസ്റ്റ് ആകുമോ എന്നുള്ളൊരു, അല്ലെങ്കിൽ അതിന് തിരിച്ചായിരിക്കുമോ അതിൻ്റെ റിസൾട്ടുകൾ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും. അതേസമയം സാമ്പത്തികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പവർഫുള്ളായൊരു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾ ഉള്ളൊരു മാസം കൂടിയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കുള്ള ഈ ഒരു ഭയം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ളൊരു ഭയം മാത്രമാണ്. അത് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ ഒരു ഭയം ഒരിക്കലും മനസ്സിലാക്കില്ല. കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുക്കിയിരിക്കുന്ന ഒരു പേടിയാണത്. നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ഇത്ര നാളും നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊരു ചലനം ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്റ്റേജൊക്കെ ആണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഒരു പാത ഇങ്ങനെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിന്ന് എവിടെയെങ്കിലും കുടുങ്ങി നിന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു വേയിലാണ് എനിക്ക് പോകേണ്ടത്, എൻ്റെ വേ ഇതാണ് എന്നുള്ളൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് കറക്റ്റായൊരു പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതാണ്. അതേസമയം നിങ്ങൾ ഇതുവരെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ അവരുടെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു മീറ്റിങ്ങോ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആകാം, നിങ്ങളുടെ എക്സ് ആകാം, ആരാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു പാസ്റ്റിലെ ഒരു പേഴ്സണെ ആയിട്ടുള്ള ഒരു മീറ്റപ്പ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ തലത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. കൂടുതൽ നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കാനും അല്ലെങ്കിൽ പുതുതായിട്ട് അവസരങ്ങൾ നിങ്ങൾ തേടി വരുന്ന ഒരു മാസം കൂടിയായിരിക്കും ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായൊരു മന്താണ്. പക്ഷേ ആന്തരികമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഫിയർ ഫാക്ടർ, നിങ്ങളുടെ ഇലൂഷൻസ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ടോട്ടലി നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മന്തിൻ്റെ തീം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പൈൽ നമ്പർ 3 പിങ്ക് കളർ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിങ്. അപ്പോൾ ഈ റീഡിങ്ങിൽ ഏത് പൈലുമായിട്ടാണ് നിങ്ങളുടെ ലൈഫ് റെസനേറ്റ് ആകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി റെസനേറ്റ് ആകുന്നെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.